ആ ഇങ്കുവേനയാന്ന് അത്രയും പ്രശ്നം ഉണ്ടാക്കുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എഴുതി എഴുതി തെളിയാതെ വന്ന് ദേഷ്യം വന്നപ്പോഴാണ് അവൾ അതൊന്നെടുത്ത് കുടയുന്നത്. കുടഞ്ഞ് നേരെ ഇങ്ക് പോയി വീഴുന്നതോ മുമ്പേ ഇരിക്കുന്ന പയ്യന്റെ ഷർട്ടിലും. അവനങ്ങ് ദേഷ്യം വരാൻ തുടങ്ങി, വല്ലാണ്ട് ഷൗട്ട് ചെയ്യാനും തുടങ്ങി. വേറെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാ? പിറ്റേ ദിവസം അവൻ ആ ഷർട്ടുമായിട്ട് വന്നു. അലക്കി കൊടുക്കാതെ വേറെ വഴിയില്ലല്ലോ. ഹോസ്റ്റലർ ആയിരുന്നതുകൊണ്ട് തന്നെ അവൾ അങ്ങ് ഇരുന്ന് തിരുമാൻ തുടങ്ങി. തിരുമ്മി തിരുമ്മി ഒരു പോയിന്റിലെത്തിയപ്പോൾ അതങ്ങ് കീറി. ഇനിയിപ്പോൾ എന്നാ ചെയ്യാനാ? പുതിയ ഷർട്ട് വാങ്ങിക്കൊടുത്താലേ പറ്റത്തുള്ളൂ. പിറ്റേ ദിവസം അവൾ പുതിയ ഷർട്ടുമായിട്ട് അവൻ്റെ അടുത്തെത്തി. അവനുടനെ ചോദിച്ചു, എവിടെ പോയി എൻ്റെ പഴയ ഷർട്ടെന്നും. അവൾ പറഞ്ഞു, അലക്കിയപ്പോൾ ചെറുതായിട്ടൊന്ന് കീറിയെന്ന്. അവനത് അത്രങ്ങ് സുഖിച്ചില്ല. പിന്നെ പുതിയ ഷർട്ടാണല്ലോ, കാണാനും വലിയ കുഴപ്പമില്ലാത്ത ഷർട്ട്. അവനതങ്ങ് എടുത്ത് തിരിച്ചു ചെന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഈവന്റ് അവിടെ ഉണ്ടാവുന്നത്. അപ്പോഴത്തേക്കും അവൾ കൊടുത്തൊരു ബ്ലാക്ക് ഷർട്ടാണ് അവൻ ഇട്ടുകൊണ്ട് വരുന്നത്. അവനെ കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ഫ്രണ്ട് ചോദിച്ചു, എടാ എവിടെന്നാ ഷർട്ടെന്ന്. അവളുടെ പേര് പറയുന്നത് അത്ര ശരിയല്ലല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, കസിൻ തന്നാന്ന്. ഉടനെ ഫ്രണ്ട് അങ്ങ് പറഞ്ഞു, കസിന് തന്നെ നന്നായിട്ട് അറിയാമല്ലോ, ഷർട്ട് അടിപൊളിയായിട്ടുണ്ടല്ലോ, നിനക്ക് അതേ ചേരുന്നുണ്ടല്ലോ എന്നൊക്കെ. അപ്പോൾ ഇവന് പെട്ടെന്നൊരു സന്തോഷം വന്നേ. അങ്ങനെയാണ് ഇവൻ ആദ്യമായിട്ട് ഇവിടെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. ആ ഇവന്റിന്റെ സമയത്തൊക്കെ ഇവൻ ജസ്റ്റ് അവളെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സ്കൂൾ ലൈഫൊക്കെ തീർന്നു കേട്ടോ. എല്ലാവരും പല പല വഴിക്കായി. വർഷങ്ങൾക്ക് ശേഷം അവൾ അവളുടെ OPD ഇരുന്ന് അവളുടെ പ്രിസ്ക്രിപ്ഷൻ കുറിക്കുന്ന സമയത്ത് പിന്നെയും ഇങ്ക് പേന ജസ്റ്റ് ഒന്ന് കുടഞ്ഞു. അപ്പോൾ ഇങ്ക് പേനയുടെ ഇങ്ക് പോയി വീണത് അന്നത്തെ ആ വൈറ്റ് ഷർട്ടിലായിരുന്നില്ല, പിന്നെയോ ഒരു വൈറ്റ് കോട്ടിലായിരുന്നു. എന്തൊക്കെയോ ഓർമ്മ വന്ന പോലെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഒന്ന് ചിരിച്ചു.